വകുപ്പ് തല പരീക്ഷ എഴുതാനെത്തിയതാണ് ഒരു പരീക്ഷാർത്ഥി. പക്ഷെ എന്ത് ചെയ്യാനാ, ഹാൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഒരു പരുന്തങ്ങ് പറന്നു. കാസർഗോഡ് ഗവൺമെൻറ് യു പി സ്കൂളിലാണ് ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായത്. പരീക്ഷ എങ്ങനെ എഴുതുമെന്ന് കരുതി ആകെ ടെൻഷൻ അടിച്ചിരുന്ന ഈ വിദ്യാർത്ഥിക്ക് മുന്നിലേക്ക് ബെല്ലടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ പരുന്ത് ഹാൾ ടിക്കറ്റ് താഴെ ഇടുകയായിരുന്നു. അങ്ങനെ കണ്ടു നിന്നവർക്കും അതൊരു കൗതുക കാഴ്ചയായി, ഈ പരീക്ഷാർത്ഥിക്ക് വലിയ ആശ്വാസവുമായി. സാരംഗ് സുരേഷ് ഉണ്ട് വിവരങ്ങളുമായി. സാരംഗ്, ഒരു വല്ലാത്ത കൗതുകമാണല്ലേ? തൊട്ട് മുമ്പ് ഈ ഹോൾ ടിക്കറ്റ് കിട്ടുക, ഇനിയിപ്പോൾ നടക്കില്ല, പരീക്ഷ എഴുതാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഇത് ആരൊക്കെയാണ് ഇത് പകർത്തിയത്? എങ്ങനെയാണ് അവസാനം സ്വസ്ഥമായിട്ട് പരീക്ഷാർത്ഥിക്ക് പരീക്ഷ എഴുതാൻ കഴിഞ്ഞോ ആ ടെൻഷനുള്ളതുകൊണ്ട്? ഇന്ന് രാവിലെ 7:30ക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് യു പി സ്കൂളില് രാവിലെ PSCയുടെ ഡിപ്പാർട്ട്മെന്റൽ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അങ്ങനെ 300ഓളം ആളുകൾ അവിടെ പരീക്ഷ എഴുതാനായിട്ട് എത്തിയിരുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അങ്ങനെ പരീക്ഷ എഴുതാനായിട്ട് എത്തിയത്. ആ ഒരു സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടാവുന്നത്. കാരണം നമ്മൾ സാധാരണ പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ ചെറിയ തവളകളെയൊക്കെ തന്നെ റാഞ്ചിക്കൊണ്ടുപോകുന്നത്, ഓന്തിനെ റാഞ്ചിക്കൊണ്ടുപോകുന്നതൊക്കെ നമ്മളെ കുട്ടിക്കാലത്തും അടുത്ത കാലത്തൊക്കെയായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പരീക്ഷാ ഹാൾ ടിക്കറ്റ് പരീക്ഷാ ഹാളിലേക്ക് തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ അടുത്തുനിന്ന് പരുന്ത് തട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. എന്താ പറയാ, നമ്മൾക്കിത് പറയുമ്പോൾ വല്ലാത്തൊരു തമാശയും ഒരു രസമൊക്കെ തോന്നുമെങ്കിലും ആ ഉദ്യോഗാർത്ഥി അല്പസമയം കൊണ്ട് തീ തിന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം എക്സാം തുടങ്ങാൻ പോകുന്നു. നമുക്കറിയാം PSCയുടെ ആ ഒരു കാർക്കശിയൊക്കെ നമുക്കറിയാം. എക്സാം എഴുതിക്കുന്ന കാര്യത്തിൽ ഹോൾ ടിക്കറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനത്തിൽ ചെറിയൊരു മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മളോട് അപ്പം ഇറങ്ങി പോകാൻ പറയും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരാകെ വിയർത്ത് കുളിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പരീക്ഷയുടെ ഇൻവിജിലേറ്റർമാർ ഓടിയെത്തുന്നു, നാട്ടുകാർ ഓടിയെത്തുന്നു, മറ്റു പരീക്ഷാർത്ഥികൾ ഓടിയെത്തുന്നു. അവരൊക്കെ ഇത്ര ബഹളം വയ്ക്കുന്നു. പരുന്ത് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഏറ്റവും അവസാനമാണ് ബെല്ലടിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപേ, എന്താണെന്നറിയില്ല, ഇനി പരുന്തിന് നല്ല ബുദ്ധി തോന്നിയതാണോ ഇനി ആ പരീക്ഷാർത്ഥിയുടെ നല്ല സമയമാണോ എന്നറിയില്ല. അങ്ങനെ താഴത്തേക്ക് ആ പരുന്ത് ആ ഹോൾ ടിക്കറ്റ് താഴത്തേക്ക് ഇട്ടുകൊടുത്തു. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ കഴിക്കാൻ കഴിയുന്ന സാധനമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. സാറിന് ഈ മീനും ഇറച്ചിയൊക്കെ ഒരു പക്ഷെ പേപ്പറിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന കാഴ്ച സ്ഥിരമായിട്ട് കാണുന്ന പരുന്തായിരിക്കണം. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പേപ്പർ കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രാന്തം കാണിച്ചത്. അങ്ങനെ എന്തായാലും ആ പരീക്ഷാർത്ഥിയുടെ മനസ്സിലെ വിഷമം അറിഞ്ഞ് പരുന്ത് പെരുമാറി. അപ്പോൾ പരുന്ത് നല്ല കുട്ടിയായി. പരീക്ഷാർത്ഥിക്ക് സമാധാനത്തോടെ പരീക്ഷ എഴുതാനും പറ്റി.